പത്മദലാക്ഷൻ പനങ്ങാട്ട് രാഘവന്റെയും ദേവിയുടെയും മൂത്ത മകൻ. അടിമുടി കലാകാരനും കോഴിക്കോട്ടുകാരനുമായ അദ്ദേഹത്തിന് ഒരു 17-ാം വയസ്സൊക്കെ ആയപ്പോൾ അതികലശലായ നാടകക്കമ്പ. അന്നു മുതൽ സദസ്സിൽ നിന്നും നാടകത്തിന്റെ അണിയറകളിലെ ഉത്സാഹ കമ്മിറ്റികളിൽ നിന്നും പത്മദലാക്ഷന് അരങ്ങിലേക്ക് പ്രമോഷനായി. കർട്ടൻ ഉയർന്നാൽ പനങ്ങാട്ട് പത്മദലാക്ഷന്റെ പൊട്ടിച്ചിരി കൂട്ടുകൾ കണ്ടു രസിക്കാൻ കോഴിക്കോട്ടുകാരങ്ങനെ തടിച്ചുകൂടിയ നാളുകൾക്കൊടുവിൽ മൂടുപടം എന്ന ചിത്രത്തിലൂടെ ആ കലാകാരൻ വെള്ളിത്തിരയിലെത്തി. എന്നാൽ പത്മദലാക്ഷന്റെ പകിട്ടറിയാവുന്ന ഒരു ചിത്രം സംഭവിക്കാൻ പിന്നെയും കുറച്ചു കാലം കൂടി വേണ്ടിവന്നു. ആ ചരിത്ര നിമിഷത്തിന് വിധി നിയോഗിതനായതോ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ. എവർഗ്രീൻ കൾട്ട് ക്ലാസിക്കായ ഭാർഗവി നിലയം എന്ന ആ ചിത്രത്തിൽ നല്ലൊരു വേഷം സമ്മാനിച്ചതിനോടൊപ്പം ബേപ്പൂർ സുൽത്താൻ ആ കലാകാരന് പുതിയൊരു പേര് കൂടി സമ്മാനിച്ചു, കുതിരവട്ടം പപ്പു. 1500ഓളം ചിത്രങ്ങളിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണു നനയിച്ച ആ കലാകാരൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എന്നും കുതിരവട്ടം പപ്പു. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലിക്ക്, അഹന്തയുടെ മോന്തായത്തിൽ മമ്പുകാരുമായി കുന്തി കുന്തി നടക്കുന്ന നീ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ വിരലടയാളം മതിയോ, കയ്യൊപ്പ് വേണ്ടേ? എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. ഞാൻ തുറക്കൂല, തുറക്കൂലടാ പട്ടി. തന്റെ അച്ഛന്റെ പേരെന്താ? കുര്യാക്കോസ് വേണോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു ഞാൻ ഇന്ന ഡേറ്റിന് വരുന്നു. തുടങ്ങി കളിയാക്കാൻ. ആരത്? അതാണ് ഞമ്മള് തിരിഞ്ഞു നോക്കും ആരാന്നറിയ പടച്ചോയെ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. അധികമൊന്നുമില്ല, 2-3 തിരി എവിടെ കളിയിൽ കിടക്കുക. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. നമ്മളെ മോള് വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ നമ്മുടെ മോളോ. ഓർമ്മയിലെന്നും കുതിരവട്ടം പപ്പു എന്ന ഈ ലക്കത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന ആദ്യത്തെ അതിഥി മികച്ച ഒരു അഭിനേതാവാണ്, നിർമ്മാതാവാണ്. നിരവധി സിനിമകളിൽ നമ്മളെ ചിരിപ്പിച്ച, കരയിച്ച, ഒരുപാട് ചിത്രങ്ങളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട, വ്യക്തിപരമായി എനിക്ക് ഞാൻ സംവിധാനം ചെയ്ത ആദ്യത്തെ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. ഒരുപക്ഷെ കുതിരവട്ടം പപ്പു ചേട്ടന്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന സീനുകളിൽ ഒന്ന് താമരശ്ശേരി ചുരം എന്ന സീനാണ്. ആ സീനിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അഭിനേതാവാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മണിയമ്പിള്ള രാജു ചേട്ടൻ. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു രാജേട്ടാ, ഒരിക്കൽ കൂടി സ്വാഗതം. തൊഴണമല്ലോ. അതെ, പപ്പുവേട്ടനെ തൊഴണം. കുതിരവട്ടം പപ്പു ചേട്ടൻ ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മദ്രാസ് സിനിമ കാലഘട്ടത്തിലെ വലിയ സൗഹൃദമാണ്. കുതിരവട്ടം പപ്പു ചേട്ടനെ പറ്റിയുള്ള ഓർമ്മകളിൽ അല്ലെങ്കിൽ കുതിരവട്ടം പപ്പു ചേട്ടൻ്റെതായ കോൺട്രിബ്യൂഷനുകളിൽ ഒരു ക്യാരക്ടറാണോ, എന്താണ് മണിയമ്പിള്ള ചേട്ടനൊരു ഓർമ്മ വരുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്? ഞാൻ ഈ മദ്രാശിയിലെ 73 തൊട്ട് 75 വരെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ശശിയേട്ടൻ, ഐ വി ശശിയേട്ടൻ ചെയ്ത പടങ്ങളും എല്ലാം സ്ഥിരം കാണാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഒരാളിൽ നിന്ന്, സിനിമ നടനായാലും ശരി, ഒരു വ്യക്തി ആയാലും ശരി തന്നെ, അയാളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോ എന്നൊന്ന് ആലോചിക്കും. എന്തെങ്കിലും അയാളുടെ ഒരു ചേഷ്ടയോ അയാളുടെ ഒരു ഭാവമോ അല്ലെങ്കിൽ അയാളുടെ ഒരു പെരുമാറ്റമോ ഒക്കെ ജീവിതത്തിലേക്ക് നല്ലതാണെങ്കിൽ പകർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം അന്ന് വരെ കാണാത്ത ഒരു പുതിയ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള ഡയലോഗ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ നോക്കി ഡബ് ചെയ്തിട്ട് പോവും. അന്നത്തെ കാലത്ത് ലൂപ്പ് സിസ്റ്റം ആണല്ലോ. അപ്പം ആ ഡയലോഗ് നോക്കിയിട്ട് അത് മാത്രം പറഞ്ഞിട്ട് അവനവൻ്റെ ജോലി തീർത്തിട്ട് പോകും. പക്ഷേ പപ്പുവേട്ടൻ മാത്രം കണ്ടിട്ടുള്ള അത്ഭുതങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ചുമ്മാ നിൽക്കുമ്പോഴും വേറൊരാൾ ഡയലോഗ് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു ലാഗ് എന്നൊക്കെ പറയും സിനിമയിൽ, ഒരു ഗ്യാപ്പ് പറഞ്ഞ് പുള്ളി അത് ഫില്ല് ചെയ്യും. ആ സീൻ ലാഗ് വരാതെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഐറ്റം ഉണ്ട്. മാത്രമല്ല ഓഫ് സ്ക്രീൻ ഡബ്ബിംഗ് എന്നൊരു സംഭവമുണ്ട്. ഒരു കാട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഹീറോയും അദ്ദേഹമായിട്ട് നടന്നു പോകണമെങ്കിലും ഹീറോ മാത്രമാണ് ഫ്രെയിമെങ്കിൽ പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ പുള്ളി അവിടെ ഡബ് ചെയ്യും. ഈ
ഡീറ്റെയിലൊക്കെ ഇല്ല. അവിടെ സൂക്ഷിക്കണം. ആന, മയിൽ, ഒട്ടകം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഈറ്റയിലുണ്ട് സംഭവം. എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഇടയ്ക്ക് ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും നമ്മൾ പപ്പുവേട്ടനെ കൂടുതൽ വായിച്ചെന്നിട്ട് പുള്ളി ചുമ്മാതിരിക്കത്തില്ല. ഒരു ഓഫ് സ്ക്രീൻ ഡബിംഗ് പുള്ളി ഔട്ട് പോയാലും പോണ വഴിക്ക് ഒരു 2 ഡയലോഗ് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകണം. അതെ, ഓഫ് സ്ക്രീൻ ഡബിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന് ലിപ്പില്ല, അല്ലെങ്കിൽ അയാൾ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഫ്രെയിമിലില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഡബ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ മലയാള സിനിമയിൽ ഒരു ഓഫ് സ്ക്രീൻ ഡബിങ്ങിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീനിലെ ഡയലോഗ് പറഞ്ഞിട്ടില്ല. അപ്പം ഡയറക്ടർ പറയണ്ട്, രാജുചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയല്ലേ, ആ സമയത്ത് മറ്റേ ഡയലോഗ് പറഞ്ഞാൽ നന്നായിരിക്കും, ഒന്ന് മൂളിയാൽ നന്നായിരിക്കും. അതുപോലെ ഔട്ട് പോവുകയില്ലേ, ഔട്ട് പോകുമ്പോഴേ ഇവന് വകതിരിവുണ്ട്, ഒരു പ്രാന്താണെന്ന് തോന്നുന്നു, ഔട്ട് ഫ്രെയിമിൽ പറഞ്ഞേക്ക് അതൊക്കെ തുടക്കം കുറിച്ച ആള് പപ്പുചേട്ടനാണ്. ഓക്കെ രാജേട്ടാ, നമുക്ക് ഇനിയും കുതിരോട്ടം പപ്പു എന്ന അനശ്വരനായ നടന്റെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ഇരിക്കുന്നു. രാജേട്ടാ, ഒരു പക്ഷേ ഞാനിപ്പോ ആമുഖത്തിൽ പറയും പപ്പുചേട്ടനെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഒരുപാട് സീനുകളും ഒരുപാട് ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് മലയാള സിനിമയിൽ പിന്നെയും പിന്നെ റീൽസിലും ട്രെൻഡായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ താമരശ്ശേരി ചുരമാണ് നമുക്കൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡയലോഗുകളിൽ ഒരെണ്ണം. ആ ചിത്രം നിർമ്മിച്ചത് രാജചേട്ടനാണ്. ആ സീനില് രാജചേട്ടനാണ് കൂടെ ഉള്ളത്. കാരണം രാജുവേട്ടനും പപ്പുചേട്ടനും കൂടെ ഒരാളും കൂടെ ഉണ്ട്, മെയ്തീന്. പക്ഷെ ഡയലോഗ് ഇല്ല. മെയ്തീൻ ഇടയ്ക്ക് ഇതിന് ചെറിയ സ്പാനറിങ് എടുത്തു കൊടുക്കും. മൊയ്തീൻ ഒരു ഡയലോഗോ മറ്റേ ഉള്ളത് വന്നിട്ട് ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലേടോ, ചിലതിനുണ്ടാവില്ല, ചിലതിനുണ്ടാവില്ല എന്ന് മറ്റൊരു വരിയാണ് ഈ മൊയ്തീൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി അതിന്റെ അത്ഭുതവും ആ കൂടെ നടക്കുന്നതും ഭയങ്കരം തന്നെ ഒക്കെ. അപ്പൊ ആ സീനിന്റെ ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് ആദ്യം പറയൂ പപ്പുവേട്ടനെ പറ്റി പറയുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞ ഈ വെള്ളാനകളുടെ നാട് എന്നുള്ള ഒരു സിനിമ ഉണ്ടാകുന്നതന്നെ ഈ 28-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു, നമ്മളെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കുന്നു, കോഴിക്കോട് മഹാറാണി ചെല്ലുന്നു. 27-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും പ്രിയം പറയുന്നു, ഈ പടം നടക്കൂല. അയ്യോ, ഞാൻ ചെവിരിലൊക്കെ ഒന്ന് താങ്ങി. കഥ ശരിയല്ല കേട്ടിട്ട് ഞാനും ശ്രീനിവാസൻ കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട്, അതുകൊണ്ട് നമുക്കൊരു 5 ദിവസം ഇരുന്ന് ഒരു പുതിയ കഥ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു, ബാലങ്കനാർ ചേട്ടനൊക്കെ വന്നു, കോസ്റ്റ്യൂമൊക്കെ തെച്ചു, അവരെയൊക്കെ പറഞ്ഞു വിട്. ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് തളർന്നു, നീ മാത്രം അങ്ങോട്ട് വരരുത്, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറച്ചിലുണ്ട്, അത് വേണ്ട, ഞങ്ങളിതിന് മാത്രം, ഞാനും ശ്രീനിവാസനും മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നു. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ബാലങ്കനാർ ചേട്ടൻ വന്നു, സംസാരിച്ച് ഞാൻ വിളിക്കാമെന്ന് പറയുന്നു. അപ്പം ജൂബിലി യൂണിറ്റുകാരൻ വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ്, ഐശ്വര്യമായിട്ടുള്ളൊരു വണ്ടിയാണിത്. ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ട് നടക്കാതെ പോകുന്നൊരു വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, 1-ാം തീയതി തുടങ്ങും, നിങ്ങൾക്ക് അതുവരെ നിൽക്കാമെങ്കിൽ നിൽക്കൂ, നമുക്ക് തുടങ്ങുന്നുണ്ട്. അങ്ങനെ 1-ാം തീയതി അന്ന് ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അതാണ് വെള്ളാനകളുടെ നാടെന്ന്. ഈ 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പടം 5 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒന്നും അല്ല അതിൻ്റെ ട്രാജഡി. 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് 1-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. 2-ാം തീയതി 3-ാം തീയതി ആയപ്പോഴത്തേക്കും ശ്രീനിവാസൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക്, വടകര അടുത്തല്ലേ, അങ്ങ് കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോവുകയാണ്. അന്ന് അംബാസഡർക്കാരാണ്. ഇങ്ങനെ ഓടി പോകുമ്പം വടകര അടുത്ത് ഈ അംബാസഡർക്കാർ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും വേറെ റോഡിൽ കിടക്കുന്നു. ഞാൻ വെച്ച് ഇത് തകർന്ന് തരിപ്പണമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് കുഴപ്പമില്ല, ശ്രീനിവാസൻ സാറ് കോഴിക്കോട് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ പോയി. ഹോട്ടലിലുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു 3 സ്റ്റിച്ചുണ്ട് ഇവിടെ, കയ്യിലൊരു ചെറിയ പോറിൽ. ദൈവാധീനം രക്ഷപ്പെട്ടു. രാജു പേടിക്കൊന്നും വേണ്ട, നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കത്താണ്. ഷൂട്ട് ചെയ്യാനുള്ള സീൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സത്യനന്ദിക്കാട്ടിൻ്റെ പൊന്മുട്ടയിടുന്ന തട്ടാൻ, അന്ന് ആ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പൊന്മുട്ടയിടുന്ന താറാവെന്നാക്കി. അതിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നു, ഇവിടുത്തെ സീനുകൾ ഞാൻ എത്തിച്ചു കൊള്ളാം. ഞാൻ പ്രിയൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, പ്രിയ കയ്യും കാലും തള്ളരുന്നു, നീ ചുമ്മാ ഇടാ, നമ്മുടെ ഇല്ല പേന, കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സീൻ തുടങ്ങുന്നു. ഒരു ലോറിയൊക്കെ മഹാറാണിയുടെ മുമ്പ് നിൽക്കുന്നു. മണിയമ്പിള്ള രാജു സാർ ഇവിടെയാണ് താമസിക്കുന്നത്. ഗുരുവായിരുന്നു ഒരു കവർ തന്നു വിട്ടിട്ടുണ്ട് ശ്രീനിവാസൻ സാറ്. 2 സീൻ. KPS എഴുതി ചേച്ചി വരുന്നു. ഞാൻ അവിടെ നിന്ന് വരെയാണ് സീനിൽ അഭിനയിക്കാൻ. ഒരു 2 സീൻ ശ്രീനിവാസൻ തന്നേച്ചിട്ടുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിൽ ഗോപാലകൃഷ്ണൻ അവിടുന്ന് ഫോൺ ചെയ്ത് ഫോണിൽ കൂടെ, അന്ന് മൊബൈലില്ല, ഫോൺ പറഞ്ഞു. അങ്ങനെയാണ് സീൻ എഴുതുന്നത്. 20-ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ മാതിരി ശ്രീനിവാസൻ എത്തുന്നത്. പാക്കപ്പാണ് അന്ന് പടം.
20th ഡേ പടം പാക്കപ്പ് ആണ് വിത്തൗട്ട് സ്ക്രിപ്റ്റ്. 5 ദിവസം കൊണ്ട് എടുത്ത് അത് തന്നെ പലപ്പോഴായിട്ട് പലതായി കൊടുത്തുവിടുന്ന സ്ക്രിപ്റ്റ് 20 ദിവസം പാക്കപ്പ്. അതാണ് വെള്ളാനുള്ള നാട്. വെള്ളാനുള്ള നാട് പാക്കപ്പിന്റെ തലേദിവസമാണ് പുള്ളി വന്നത്. പുള്ളിക്ക് ഒരു ഫുൾ നൈറ്റ് ഡേ ഉള്ളൂ. ആ ദിവസമൊക്കെ റാഗ് ചെയ്ത് മോഹൻലാൽ കൊന്നു ശ്രീനിവാസനെ. ഞാൻ തന്നെ ഇരിക്കണതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി തൊലച്ചടുക്കിയിട്ടൊക്കെ വിട്ട സംഭവം. പപ്പുവേട്ടൻ്റെ കാര്യം ചോദിച്ചല്ലോ, ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട്. ഞാൻ തന്നെ നിർമ്മിച്ച പടത്തിൽ വരുമ്പോൾ പപ്പുവേട്ടനായിട്ട് അപ്പം ക്ലോസ് ആയി കഴിഞ്ഞു. എല്ലാവരുമായിട്ടും ക്ലോസ് ആണ്, എല്ലാവരുമായിട്ടും എപ്പോഴും ചിരിച്ചേ പറയുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നേച്ചറാണ് പുള്ളിയുടെ. അപ്പോൾ ഈ പർട്ടിക്കുലർ സീൻ നമ്മുടെ താമരശ്ശേരി ചുരം ഇന്നും ഹിറ്റാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ സീൻ എടുക്കാൻ നേരത്ത് എന്തോ ഒരു പുള്ളിക്ക് ചെറിയ മൂഡ് ഔട്ടാണോ അതോ എന്തെങ്കിലും അസുഖം ഉള്ളിലുണ്ടായിട്ട് വെളിയിൽ പറയാത്താണോ എന്നറിയില്ല. ആ ടേക്ക് 13 ടേക്ക് എടുത്ത്. 13 ടേക്ക് അപ്പോഴത്തേക്കും പുള്ളി അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ നോക്കി നോക്കിയിട്ട് അവസാനം 13 ടേക്ക് അപ്പോഴത്തേക്കും പ്രിയദർശൻ പറഞ്ഞു, ഒരു കാര്യം പറയാം. പപ്പുവേട്ടൻ എന്ത് പറ്റി പപ്പുവേട്ടൻ ഒന്ന് ഇളകി ചെയ്യും. പപ്പുവേട്ടൻ എല്ലാ സിനിമയും ഇളകി ചെയ്യില്ലേ? നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ ആൾക്ക് തിരിച്ചു നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് ആക്ഷൻ കാണിച്ച് ചെയ്യും. പ്രിയദർശി ഈ ആക്ഷൻ കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. പ്രിയനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ടേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ പുള്ളി പറയുന്നു, ഓടുന്നു. ആ സീൻ ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ച് പറയാറില്ലേ താമരശ്ശേരി? അതിനെക്കുറിച്ച് ഇപ്പോഴും പറയുക. ഒരു പക്ഷേ നമ്മളിപ്പോൾ പ്രിയൻ സാറിന്റെ കാര്യം പറയുമ്പം ആദ്യകാലത്ത് മുഴുവൻ ഐ വി ശശി സാറിന്റെ എല്ലാ പടങ്ങളിലും പപ്പുവേട്ടനുണ്ട്. ഒരുമിക്ക പടങ്ങളിലും നല്ല നല്ല വേഷങ്ങളുണ്ട്. ഒരുപക്ഷെ പാവാട വേണം മേലാട വേണം പോലെ ഒരു പാട്ട് സീനിൽ അഭിനയിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് പ്രിയദർശൻ സാറിന്റെ പടങ്ങളിൽ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന വേഷങ്ങൾ ഒരു രക്ഷയില്ല. എത്രയോ പടങ്ങൾ. ഇപ്പം മിന്നാരത്തിലെ അധ്യാപകൻ വളരെ കുറച്ച് സീനുകൾ. തുറക്കൂല്ലടാ പാട്ടി എന്ന് പറയുന്ന ആ ക്യാരക്ടർ. തേന്മാവൻ കൊമ്പത്തിലെ താൻ ആരാണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ എന്റെ ആ സാധനം. ഇനി പൂച്ചക്കൊരു മൂക്കുത്തി എന്ന് പറയുന്ന പടത്തിലെ ഈ പറഞ്ഞ മിഥുനത്തിലെ പലിശക്ക് കൊടുക്കുന്ന ആള് വന്നിട്ട് എപ്പോഴും പലിശ. അങ്ങനെ മഴ പെയ്യുന്നു മത്തളം കൊട്ടുന്നൂല് രാജചേട്ടനല്ലേ കോമക്കുറുപ്പ് അസിസ്റ്റന്റ്. അതായത് അദ്ദേഹത്തിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ സൈഡിൽ നിന്ന് ചേട്ടൻ പറയുമ്പോ ഈ ചന്ദ്രയിലെ 100 ചോദിക്കുമ്പം പേര് പറയുമ്പോ ചോദിക്കുന്നത് കാലുവിരലും കൈവിരലും കൊണ്ടിട്ടുന്ന കണക്ക് പിള്ളയായിട്ടുള്ള ക്യാരക്ടർ. ഈ അദ്ദേഹത്തിന്റെ സിനിമകളിൽ എന്തോരം സിനിമകളിലാണ് പപ്പുച്ചേട്ടൻ അഴിഞ്ഞ അടിയെന്ന് പറഞ്ഞാല് നമ്മൾ ഈ കലാകാരൻ അഴിഞ്ഞാടുക എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫ്രീഡം കൊടുത്തിട്ട് പ്രിയദർശൻ പറയാറുണ്ട്. നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ പപ്പുച്ചേട്ടൻ ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ എടുക്കുന്നത്? നമ്മൾ ആരാ വെച്ച് എടുക്കാൻ ഇതൊക്കെ? അന്നത്തെ കാലത്ത് പല ആർട്ടിസ്റ്റുകളും ഡയറക്ടർക്ക് ഒന്ന് രഹസ്യമായിട്ട് പറയാൻ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഡബ്ബിങ്ങേ പപ്പുവേട്ടൻ്റെ കഴിഞ്ഞിട്ടേ വെക്കാവുള്ളേ. എന്താ കാര്യം അറിയാം? പുള്ളി അങ്ങ് വളർന്ന് കയറും, ഇടയിലും വേലയിലും മറ്റേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു ശബ്ദങ്ങളൊക്കെ ഇട്ട് മറ്റേ ഒന്നുമില്ലാതായിപ്പോ അശോകായിപ്പോവും. അങ്ങനെ ചെയ്ത് കളയുന്നുള്ളൂ. ഇനി ഒരാളെ കൂടെ ഞാൻ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ ഈ എപ്പിസോഡുകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഓർമ്മയില്ലെന്ന് പറയുന്ന എപ്പിസോഡുകളിൽ വന്ന സംവിധായകരിൽ എണ്ണം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ്. ഏകദേശം 167ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ. ഒരുപാട് ചിത്രങ്ങളിൽ പപ്പുച്ചേട്ടന് മികച്ച വേഷങ്ങൾ നൽകിയിട്ടുള്ള ഒരാൾ, പപ്പുച്ചേട്ടനുമായിട്ട് മികച്ച സൗഹൃദം നിലനിർത്തി പോകുന്ന ഒരാൾ. ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പി ചന്ദ്രകുമാർ സർ. നമ്മൾ തമ്മിൽ പരിചയമില്ല, നേരിട്ട് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാണാൻ വേണ്ടി ഈ പരിപാടി ചെയ്യുന്നത്. വെരി ഗുഡ്, താങ്ക് യു. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഒരു കുടുംബമാണ്. രാജേട്ടന് ചന്ദ്രകുമാർ സാറിന്റെ 3-4 പടത്തിൽ നായകനെ കണ്ടല്ലേ? പിന്നെ 4-5-6 പടങ്ങളിൽ നായകനാണ്. 7 സിനിമയിൽ നായകനാണ് എന്റെ മണിമുള്ള രാജ. ചില്ലറക്കാരനല്ല. വേറെ സംഭവം പറയാ, ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിലെ 2 പാട്ടുള്ള പടം 13 ദിവസം കൊണ്ട് തീർക്കാണ്, ഒരു ഷോട്ട് ബാലൻസ് ഇല്ലാതെ. സത്യം പറഞ്ഞ ഞാൻ മുകേഷും കൂടെ അഭിനയിച്ച പടം ഉണ്ടല്ലോ, PC 369 എന്നുള്ള പടത്തില്. അത് നമ്മള് ഷൂട്ട് ചെയ്തത് മറ്റേ പാലക്കാട് മലമ്പുഴ ഫോറസ്റ്റ് മറ്റേ സ്ലിപ്പ് അല്ല, അത് ചെയ്തത് കുറുക്കൻ രാജ. ശരി. എല്ലാം നല്ല കോമഡി പടങ്ങളാണ്. അന്ന് താജ് എന്നൊരു റൈറ്ററും ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി.
അപ്പം ഞങ്ങൾ നല്ല രസമായിരുന്നു കാര്യം. ഈ 13 ദിവസം കൊണ്ട് പടം തീർക്കണമെങ്കിൽ ഡയറക്ടർ ഹെഡ് മാസ്റ്റർ കൂടെ നിന്നാൽ മാത്രം പോരാ. നമ്മുടെ പപ്പുവേട്ടനുമായിട്ടുള്ള ഒരു ആത്മബന്ധം തുടങ്ങുന്നത് എപ്പോഴാണ്, എങ്ങനെയായിരുന്നു? പപ്പോട്ടിനെ ഞാൻ കാണുന്നത് ഡോക്ടർ ബാലകൃഷ്ണന്റെ കമ്പനിയിൽ വെച്ചിട്ടാണ്. ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നെ ഒരു സംവിധായകനായി മാറ്റിയത്. എന്നെ മാത്രമല്ല, മലയാള സിനിമയിൽ ഒരുപാട് പേരെ, ഹരിഹരൻ, AB രാജ്, ഇവൻ സത്യനന്ദിക്കാട്, ഞാൻ ഒക്കെ ഡോക്ടർ ബാലകൃഷ്ണന്റെ പ്രൊഡക്ട്സാണ് സത്യം പറഞ്ഞ. ആ കയ്യിലൂടെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അന്ന് ഭാർഗവനിലേക്ക് അഭിനയിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പപ്പോട്ടിന് വർക്കുകളൊന്നും ഇല്ലാതായപ്പോൾ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മദ്രാസിൽ. നിലമ്പൂർ ബാലൻ, കുതിരവട്ടം പപ്പു, പിന്നെ നമ്മുടെ നെല്ലിക്കോട് ബസ്സിന് താമസമില്ലായിരുന്നു. ഇവരൊക്കെ താമസിക്കുന്നവരാണ് അവിടെ ഒരു റൂമിൽ. ഹമീദ് കാക്കശ്ശേരി, നമ്മുടെ ക്യാമറമാൻ രാമചന്ദ്ര ബാബു, അപ്പോൾ പിന്നെ നമ്മുടെ നടൻ സുകുമാരൻ, പിന്നെ ഈ കൂട്ടത്തിലുള്ളതാണ് രവി മേനോൻ, സുരാസു. ഇതൊക്കെ വൈകുന്നേരത്തെ കമ്പനി പാർട്ടി. അപ്പോൾ സ്ട്രഗ്ലേഴ്സാണ്, ഭയങ്കര കഷ്ടപ്പാടുന്ന കാലഘട്ടത്തിൽ. വൈകുന്നേരം ആകുമ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ക്ലിനിക്ക് കഴിയുമ്പോൾ കുറച്ച് നേരം ഡോക്ടർ ഹാപ്പി ആയിരിക്കും, അവർ ഡോക്ടറുടെ കൂടെ കൂടാം, ഡോക്ടർ കുറേ തമാശകൾ പറയും. അപ്പോൾ ഡോക്ടർ ഇവരൊക്കെ കഷ്ടങ്ങൾ കണ്ടിട്ട് പറയും, നമുക്കൊരു സിനിമ എടുക്കണം ഇവർക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് സിനിമ എടുക്കണം എന്നറിയില്ല, എന്ത് റോൾ ഉണ്ടാക്കില്ല. എന്നിട്ട് ഡോക്ടർ ഡയറക്റ്റ് ചെയ്ത എല്ലാ പടത്തിനും ഡോക്ടർ സെറ്റിൽ വരാറില്ല. ഡോക്ടർ ഇങ്ങനെ എഴുതി തരും, ഞാൻ ക്ലിനിക്കിലേക്ക് പോകണം, ചന്ദ്രൻ പോയി തുടങ്ങിക്കോ. സത്യത്തിൽ ഞാൻ അങ്ങനെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം തെറ്റ് ചെയ്താലും എൻ്റെ പേരിലല്ല ഡോക്ടറുടെ ഷോൾഡറിലാണ് വരുന്നത്. പക്ഷേ എഡിറ്റർ വെങ്കട്ടാൻ പറയും, ചന്ദ്രൻ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന കാലഘട്ടം. അതും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണെങ്കിലും ഫിലിം ഭയങ്കര കോസ്റ്റ്ലിയാണ്, പേടിയാണ്. അപ്പോൾ 1 ടേക്ക് 2 ടേക്ക് പോയാൽ എല്ലാവരും മുട്ട് വിറയ്ക്കുന്ന കാലഘട്ടമാണ്. അയ്യോ ഫിലിം. അപ്പോൾ പപ്പോട്ടനും ഈ പട്ടം സദൻ, ഇവരുണ്ടായിരുന്നു ഗ്രൂപ്പ്. ഇവരെ രണ്ടുപേരും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവർ 10 മിനിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ മുങ്ങിക്കളയും. പിന്നെ ചോദിക്കുമ്പോൾ ഞങ്ങൾ മൗണ്ട് റോഡിൽ നിൽക്കുകയാണ്, ഓട്ടോറിക്ഷയിലുണ്ടെന്ന് പറയും. ഈ എന്താ പറയുക, പട്ടം സാധന മ്യൂസീഷ്യൻ ആയതുകൊണ്ടും അദ്ദേഹം പല എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. പുള്ളി 1 മിനിറ്റിൽ വരാതെ പറഞ്ഞിട്ട് അവിടെ ഒരു ശബ്ദം കൊടുക്കാൻ പോകുമ്പോൾ നീ കൂടി വന്നു പപ്പനും കൂട്ടിയിട്ട് പോകും. പിന്നെ കുറെ കഴിയുമ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ടിരണം. പട്ടം സാറിൻ്റെ കൂടെ കയറിയാൽ പിന്നെ പട്ടം തന്നെയാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ എനിക്കിപ്പോഴും അപ്പം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് JC ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചന്ദനച്ചോല പറഞ്ഞ സിനിമ, അത് പീരുമായിട്ടുള്ള ഷൂട്ടിങ്. ആ ഒരു സംഭവമാണ് എപ്പോഴും മറക്കാൻ പറ്റാതെ തോന്നിയിട്ടുള്ളത്. വെച്ചാൽ അവിടെ വന്നപ്പോൾ വണ്ടിപ്പെരിയാർ താമസിക്കാൻ ഒരു ഹോട്ടൽ താമസിച്ചു. പപ്പുവേട്ടനും ഈ പട്ടം സാധനം ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയായി, ഭയങ്കര കമ്പനി. നിലമ്പൂർ ബാലനും ഉണ്ട് കൂടെ. സംഭവിച്ചപ്പോൾ വൈകുന്നേരം ആ ഓണർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവരെയൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഫുഡ് കൊടുക്കുകയൊക്കെ വന്നപ്പോൾ ഓണറുടെ ഓഫീസ് ക്യാബിനിൽ നോക്കിയപ്പോൾ ഒരു സ്റ്റോക്ക് ഇരിക്കണം. ഉടനെ പപ്പുവേട്ടനും പട്ടം സാധനം നായാട്ടിന് പോയേ പറ്റൂ. അപ്പോൾ ആ പുള്ളി ഞാനീ നമ്മുടെ രാജാവിന്റെ കഥകളിലൊക്കെ നായാട്ടിന് പോവുക എന്നുള്ള പ്രയോഗമൊക്കെ കേൾക്കുന്ന കേട്ടോ. ഇതാദ്യമായിട്ട് ഒരാള് സിപ്പായി ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരാള് നായാട്ടിന് പോവുക എന്നുള്ള പറയൂ. നായാട്ടിന് പോയേ പറ്റൂ. അവസാനം അയാളത്തെ സമ്മതിച്ചു. അങ്ങനെ രാത്രി ഒരു 9 മണി 10 മണിയായപ്പോൾ അവര് അത്യാവശ്യം മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മൂട് വന്നു, തോക്കെടുത്ത് രണ്ടുപേരും കൂടി ഇറങ്ങുകയാണ്. അപ്പം കൂടുതലൊന്നും പോകരുത്, ഇവിടെ അടുത്തെവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടും, മുയലൊക്കെ കിട്ടും പറഞ്ഞു. ശരി പറഞ്ഞു. രണ്ടുപേരും കൂടെ ഇറങ്ങിയപ്പോൾ ഒരു ഭാഗ്യത്തിന് ഇറങ്ങി ഹോട്ടലിൻ്റെ പുറത്തെത്തുമ്പോൾ തന്നെ 2 നല്ല തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നു. ഇവർ നോക്കി ഒരു വലിയൊരു മുയൽ. അപ്പോൾ ഇവർ എയിം ചെയ്തപ്പോൾ പപ്പോട്ടിന് കൈ വിറയ്ക്കുന്നു. പട്ടം സാധനം സഹായിച്ചു പിടിക്കാൻ. അങ്ങനെ 2 പേരും കൂടി പിടിച്ചിട്ട് തോക്കുകൊണ്ട് വെടിവെച്ചു. കറക്റ്റ് ഉന്നം ആ മുയൽ ചത്തു വീണു. ഇവർ പോയി നോക്കിയപ്പോൾ ഒരു 2-3 കിലോ ഉണ്ട്. ഭയങ്കര ഭാഗ്യം. എടുത്തൊന്ന് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടി. അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ശരി, നാളെ രാവിലെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ഒന്ന് റൂമിൻ്റെ അവിടെ കൊണ്ടു വെച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വാതിലിൽ ആരോ വന്ന് തട്ടുന്നു. വാതിൽ തുറക്കുമ്പോൾ അടുത്ത പള്ളിയിൽ അച്ഛനാണ്. അയാളുടെ ആസ്ട്രേലിയൻ പൂച്ചേനെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. പുള്ളിയുടെ ആസ്ട്രേലിയൻ പൂച്ചയായിരുന്നത്. ഇവർ മുയലാണെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്ന് വലിയൊരു പൂച്ചേനാണ്. അതിനെ വീട്ടിൻ്റെ റൂമിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പള്ളിയിലച്ഛൻ ലോഹയൊക്കെ മടക്കി കുത്തി നിന്നിട്ട് പച്ചത്തൊടി. ഇവർ രണ്ടുപേരും ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കണു. കഴിഞ്ഞിട്ട് കുറേ നേരം പള്ളിയച്ഛൻ പോയപ്പോൾ ഇവർ ചോദിക്കണം എന്താ ഉണ്ടായതെന്ന്. ഇവർക്ക് തന്നെ അറിയില്ല എന്താ ഉണ്ടായത്. ഇവർ വെടിവെച്ചതാണോ കൊന്നതാണോ ഒന്നും ഇവർക്കറിയില്ല. അത് ഭയങ്കര സംഭവം, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ഒരു ദിവസം ഷൂട്ടിങ് നോക്കുമ്പോൾ രണ്ടുപേരെ കാണാനില്ല. അപ്പോൾ എവിടെ തിരഞ്ഞിട്ട് എവിടെയും നോക്കി കാണില്ല. അപ്പോൾ ഒരു രാവിലെ തൊട്ട് തിരഞ്ഞു. ഒരു 4 മണിയായപ്പോൾ ഒരു ഫോൺ വരുന്നു.
പീരുമേട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബൂത്തിൽ നിന്നാണ്. എന്താ വെച്ചപ്പോൾ കള്ള് ഷാപ്പിൽ രണ്ടുപേരും പണയം വെച്ചിരിക്കുകയാണ്, കാശില്ലായിരുന്നു സാർ കൊടുക്കാൻ. അതുകൊണ്ട് അടിച്ച് ഫിറ്റായിട്ട് കാശില്ല, ഞങ്ങൾ എന്താ വേണ്ടിച്ച് ചെയ്തോളാൻ പറഞ്ഞു സാറേ. ഇവരെവിടേക്കാണ് പറഞ്ഞേക്കേണ്ടതെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവിടെ പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നു. പിന്നെ തൊട്ട് ഞങ്ങൾ റൂമിൽ പൂട്ടിയിടാൻ തുടങ്ങി. കാരണം ഇവരൊക്കെ പപ്പോട്ടൻ എന്ത് സീൻ കൊടുത്താലും പട്ടൻ സദൻ വന്നിട്ട് അത്ര സീരിയസ് അല്ല, പുള്ളി വളരെ കെയർലെസ്സായി നടക്കും. പപ്പോട്ടൻ സീൻ കൈ കിട്ടിയ പിന്നെ പപ്പോട്ടൻ ആ ഇതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പൊ പിന്നെ പുള്ളി ടെൻഷനാണ്. ഫിലിം ആയതുകൊണ്ട് ടേക്ക് 2 വരും, ഭംഗിയാക്കുക എന്നുള്ളതും ഭയങ്കര ടെൻഷനാണ് പപ്പോട്ടിന്. പിന്നെ നമ്മളോട് സംസാരിക്കേണ്ടത് ആ കഥാപാത്രം മാത്രമാണ്. പപ്പോട്ടിന്റെ കുറെ ഡയലോഗുകൾ പിന്നീട് ആളുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ടാസ്ക് വിളിയിടാന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ചെറിയ സ്പാനർ ഇങ്ങെടുക്ക് പറയുന്നതാണ് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇപ്പോഴും പല പണിയെടുക്കുമ്പോഴും ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്ന ഡയലോഗുകള് അങ്ങനെ ഇനിയുണ്ട്. അദ്ദേഹത്തിന്റെ മണിച്ചിത്രത്താഴിലെ കഥാപാത്രം, മണിച്ചിത്രത്താഴിലെ കഥാപാത്രത്തില് വാര്യംപള്ളി എന്താ മോനെ സ്കൂട്ടറിൽ സൈക്കിളിൽ വരുന്ന ആളോട് ചോദിക്കുക, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുന്ന സീൻ ഇപ്പൊ നിങ്ങൾ കണ്ടാൽ ശരിക്കൊരു കുഴപ്പമുണ്ട് അതിനകത്ത്. ഒരു ചെറിയ കുഴപ്പവും ആ വെള്ളം 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 എന്ന് പറഞ്ഞ് ചാടി പോകുന്ന സീനുകള് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം ഈ അങ്ങാടിയിലല്ലേ പാവാട വേണം മേലാട വേണം എന്നുള്ള പാട്ടൊക്കെ ഉള്ളത്. അങ്ങനെ അഭിനയിക്കുന്നു, ഇങ്ങനെ അഭിനയിക്കുന്നു. ഇനി ദി കിങ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ കിട്ടാൻ നടക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിന്റെയൊക്കെ ഒരു ഡബ്ബിങ്ങിലെ മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന പോലെ അവശബ്ദങ്ങളില്ല, ചുമയുണ്ട് അദ്ദേഹത്തിന്. ആ കഥാപാത്രം ചുമച്ച് വർത്താനം പറയുന്ന ഒരാളാണ്. അത് ആ സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട്, 2 കൈയിലും ബ്രിട്ടീഷുകാരിങ്ങനെ പിടിച്ച് നിലത്ത് കിടത്തിയിട്ട് നെഞ്ചത്തിട്ട് ചവിട്ടും, അതിന്റെ ചുമയെന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു നടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ശബ്ദത്തിന്റെ ട്രാക്ക് പിടിച്ച് വെച്ച് സിങ്ക് ചെയ്യാം. അന്ന് ഈ സ്പൂളിലല്ലേ നിങ്ങളൊക്കെ ഡബ് ചെയ്യുന്നത്? ലൂപ്പ് സ്പൂള് എത്തിയിട്ടില്ല, ഫിലിമിലാണ് ലൂപ്പ്. ഫിലിം ലൂപ്പായിട്ട് ഇട്ടിട്ട് ഓരോ ഷോട്ടും ഓരോ ലൂപ്പാക്കിയിട്ട് അത് പ്രൊജക്ടറിൽ അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വരും, അത് കഴിഞ്ഞ കുറച്ച് ബ്ലാങ്ക് വരും, വീണ്ടും ആ ഷോട്ട് തന്നെ തിരിച്ചു വരും, അത് ഡബ് ചെയ്യുക, റീടേക്ക് വന്നാൽ വീണ്ടും ബ്ലാങ്കിൽ വെയിറ്റ് ചെയ്യുക, അതിന് ഒരു ആരോ മാർക്ക് വരും, നമ്മുടെ ഡയലോഗ് വരുന്നത് ഉറപ്പായി വീണ്ടും ഡബ് ചെയ്യുക. പിന്നെ അത് മൊബൈലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ഡയറക്ടർ പറയും ടേക്ക് 2, ടേക്ക് 3, ടേക്ക് 4, ടേക്ക് 9, ടേക്ക് 9, ടേക്ക് 10 എന്നിട്ട് ഡയറക്ടർ പറയും ടേക്ക് 1 and 9 ഓക്കെ. അങ്ങനെയും പറയും. 2 ഓക്കെ വയ്ക്കും, 2 ഓക്കെ വെച്ചിട്ട് എടുക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ലേ നമ്മള് നീ എവിടെ പോകുന്നു എന്നുള്ളതിന് നീ ഓക്കെ അല്ലേ സാർ, എവിടെ ഓക്കെ അല്ലേ സാർ, പോകുന്നു, ഇങ്ങനെ 3 പീസായിട്ട് ഡബ് ചെയ്യാം. ഇതെല്ലാം ഈ പപ്പുവിൻ്റെ ഡെഡിക്കേഷൻ കാര്യം പറയുന്ന അദ്വൈതം എന്നുള്ള പ്രിയദർശൻ്റെ പടത്തിൽ ഇത്രേ പ്രിയം പറഞ്ഞുള്ളൂ. പപ്പുവിനെ ജസ്റ്റ് ആ ക്യൂ നിന്ന് ഇങ്ങനെ ഒരാൾ പിടിച്ച് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ ദേഹോദ്രവം ചെയ്ത മാതിരി ഒന്ന് പെർഫോം ചെയ്യണം. പുള്ളി പറഞ്ഞിരുന്നതിന് മുമ്പ് ആ ഉടുപ്പ് അങ്ങോട്ട് വലിച്ചു കീറി, എന്നിട്ട് ആ കോഴിക്കോട് തറയുണ്ടല്ലോ മറ്റേ ചെളിയേക്കുള്ളത്, അതിലൊരു 3 റൗണ്ട് ഉരുണ്ട്, എന്നിട്ട് എണീറ്റ് മുടിയൊക്കെ വെച്ചിട്ട് ആള് മാറി. എന്തോ ഗുരുതരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ച മാതിരിയുള്ള രൂപമാക്കി എടുത്തു കഴിഞ്ഞു. അദ്വൈതത്തില് മുകുന്ദേട്ട സുമുദ്ര വിളിക്കുന്ന പോലെ ആ പഞ്ചായത്തിൽ പൈപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നൊരു ആള് ഭയങ്കരമാണ്. അപ്പോ ഈ പപ്പുവേട്ടനൊക്കെ എത്ര ശ്രമിച്ചിട്ടും പൈപ്പ് വരാത്തതാണ് ഈ ശ്രീനിവാസൻ വിളിച്ചു കഴിഞ്ഞപ്പം അറിയാതെ യാദൃശ്യമായിട്ട് പൈപ്പ് വരുന്നത്. അപ്പൊ ഇവര് ഫോൺ വിളിച്ചിട്ട് അതെങ്കിൽ കൊടുത്തുവിട്, എന്താ പൈപ്പ് നീ ഇറക്കണം എന്നൊക്കെ പുള്ളി മന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുമല്ലോ. ശ്രീനേട്ടൻ പോയി കഴിഞ്ഞിട്ട് ആ ഫോണിന്റെ അടുത്തിരുന്നിട്ട് പുള്ളിക്കൊരു സംശയമുണ്ട്, ഇത് ശരിയായതാണോ അല്ലയോ എന്ന് പറയുന്നത്. അങ്ങനത്തെ ചില കുഞ്ഞു സാധനങ്ങൾ ഇടുന്നതില് എന്തായാലും ചെയ്തു. എന്നിട്ട് ഇവര് കത്ത് എഴുതിക്കുമല്ലോ എല്ലാരെയും കൊണ്ട്. ആ പടത്തില് കത്ത് എഴുതിക്കുന്ന സീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പപ്പുചേട്ടനാണോ എഴുതിയെന്ന് നോക്കുമ്പം എല്ലാരും എഴുതി നോക്കുമ്പം പുള്ളിയുടെ കൈയക്ഷരം അല്ല. അപ്പൊ വേണുചേട്ടൻ പറയും അല്ല എന്ന് പറയുമ്പോ പുള്ളി അവിടെ എല്ലാരെ ഈ നേരസ്ഥനൊന്ന് പോയിക്കോട്ടെ, ഈ നേരസ്ഥനൊന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോത്. ഇങ്ങനെ നമ്മൾ ആലോചിക്കും എന്തോരോ പടങ്ങളാണ്. എത്ര പടത്തിൽ ഏകദേശം പപ്പുചേട്ടൻ ഉണ്ടാവും? പപ്പൻ എന്റെ ഒരു 35-40 സിനിമയിലുണ്ടാവും. 40 സിനിമയില് പപ്പുചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പപ്പട്ടനിൽ പിന്നെ ഒരു ഇതുള്ളത്, അന്നത്തെ പല നമ്മളാരും ഇത് പറയല്ല, തിരക്കഥാകൃത്തുകൾ പലപ്പോഴും ഹാസ്യം ഉണ്ടാക്കലാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇവിടെ ഒരു ഹാസ്യരംഗം ചേർക്കണം എന്നാണ്
നമ്മുടെ വലിയ വലിയ തിരക്കഥാർത്ഥികൾ എനിക്ക് എഴുതി തന്നിട്ടുള്ള സ്ക്രിപ്റ്റിലൊക്കെ അയച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഹാസ്യരംഗം ചേർക്കണം എന്നുള്ളൂ, എന്താണെന്നില്ല, കഥാപാത്രം എന്താണെന്നില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യണം. പൊപ്പോട്ടാ മാളരവിന്ദനുണ്ടാവും, പൊപ്പോട്ടിനുണ്ടാവും, പട്ടണത്തിനുണ്ടാവും, ലളിത ചേച്ചി. ഇവരുടെ പേര് ലളിത ചേച്ചിയാണ് അന്ന് കോമഡി പേര്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ തൊട്ടിട്ട് അവരാണ് ലളിത ചേച്ചിയുടെ മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നതാണ് 77. അപ്പോൾ എന്നിട്ട് അവിടെ ഡിസ്കസ് ചെയ്യണം, എന്ത് ചെയ്യാം. മോനെ ചന്ദ്ര എങ്ങനെ ചെയ്യട്ടാ ലളിത ചേച്ചി ചോദിക്കും. അപ്പം പപ്പോട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യടാ. എന്നിട്ട് പപ്പോട്ടിന് ചില ടെക്നിക്കുകളുണ്ട്, ഇത് അവരോട് പറയണ്ട, ഞാൻ ടേക്കിൽ ചെയ്തോളാം എന്ന് പറയും. കാരണം അവരെക്കാൾ നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് ടേക്കിൽ ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം അങ്ങനെ ടേക്കിൽ ചെയ്തപ്പോൾ ബാസി ചേട്ടന് ദേഷ്യം വന്നു. അടൂർ ബാസി ജലതരംഗം പറഞ്ഞ എൻ്റെ സിനിമയിൽ പപ്പോട്ടിനും അടൂർ ബാസിയും കൂടെ അഭിനയിക്കുമ്പോൾ ബാസി ചേട്ടൻ എല്ലാവരും ഓവർടേക്ക് ചെയ്ത് നന്നായി ചെയ്യും, ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും, ആർക്കും വിട്ടുകൊടുക്കില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ പപ്പോട്ടിനെ ഡിസ്കസ് ചെയ്തു. ഞാൻ ഇപ്പം മിണ്ടണ്ട പറഞ്ഞു. പപ്പോട്ടൻ അത് ടേക്കിൽ ചെയ്തു. അത് കഴിയുമ്പോൾ ബാസിയേട്ടൻ്റെ മുഖമൊക്കെ മാറി. മിസ്റ്റർ, നിങ്ങൾ വല്ലതും ചെയ്യാൻ റിഹേഴ്സൽ ചെയ്ത് കാണിക്കണം, ടേക്കിലല്ല ചെയ്യേണ്ടത് പറഞ്ഞു. അദ്ദേഹം അതേ ചെയ്യാറുള്ളൂ, പക്ഷെ വേറൊരാൾ പാടില്ല. ഈ 10-30 പടം പപ്പോട്ടിനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്നെങ്കിലും നിങ്ങൾ തമ്മിലൊന്നും തെറ്റി എന്തെങ്കിലും ചൂടാവേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഉണ്ടല്ലേ? എന്തെങ്കിലും അല്ല, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. കാരണം പപ്പോട്ടനെ നമ്മൾ പറഞ്ഞു നോക്കും. കുറച്ച് കഴിയുമ്പോൾ പപ്പോട്ടനെ കാണാനില്ല. എവിടെയാ പപ്പോട്ട പോയിരിക്കുന്നത്? അത് മോനെ എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു, ചുമ്മാ ഒരു ദിവസം വെറുതെയാണ്. ഇടയ്ക്ക് 2 മണിക്കൂർ പോയിട്ട് അപ്പുറത്തെ സ്റ്റുഡിയോ പോയിട്ട് അഭിനയിക്കുന്നുണ്ടാവും, ഞാൻ കാണാതെ. എന്നിട്ട് അവിടെ പോയി പിടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഡേറ്റ് ആയിരിക്കും. ചോദിച്ചാ അത് അവര് പാവങ്ങളല്ലടാ, നിനക്ക് എപ്പോ വേണമെങ്കിൽ ഞാൻ തരില്ലേ, അവർക്ക് ഇന്നല്ല കൊടുത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. പപ്പോട്ടിന്റെ സ്ഥിരം പതിവാണ്. പക്ഷെ അവിടെ വന്നിരുന്ന് രാവിലെ വന്നിരുന്ന് അവിടെ കിടന്ന് തട്ടിക്കളിച്ച് ഉരുണ്ട് കളിച്ച് എങ്ങനെയും ആ ഹാസ്യരംഗം എന്താണെന്ന് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് കറക്റ്റായി ചെയ്തിരിക്കും. അങ്ങനെ ആ മണ്ണിന്റെ മണമുള്ള കവിത ആദ്യം ഇതൊക്കെ പപ്പോട്ടൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. മാളാരവിന്ദൻ പപ്പോട്ടനോട് ആ പീരുമേട് മുഴുവൻ തെക്കുമുടക്കം നടന്നിട്ടുണ്ടാക്കുന്നതാണ്. ആ അഗ്നിവ്യൂഹം പറഞ്ഞ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അത് 12 ദിവസം കൊണ്ട് 4 പാട്ടും 4 ഫൈറ്റും സിനിമയും തീർത്തതാണ് ആ പടം. ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ നടക്കുന്നത്? ഇതൊക്കെ കാണുമ്പോ വലിയ കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് വേറെ വല്ല പരിപാടികൾ അറിയാം? ഇത് എങ്ങനെയാണ്? 67 പടം ചെയ്തു, ഇത്രയും സംവിധാനം ചെയ്തതാണ്. അപ്പൊ എന്തുമാത്രം ക്ഷമയുണ്ടെന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് മോഹൻലാൽ പടത്തിൽ അഭിനയിച്ചിട്ട് ഇദ്ദേഹം കൊണ്ടുവരും, ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബോഡി കൊണ്ടുവന്ന സീനിൽ പുള്ളി ഒരു കുടയായിട്ട് നിൽക്കുമ്പം അതിനകത്തുള്ള ഒരു വർക്കർ എന്ന് പറഞ്ഞു, ഹലോ ഒന്ന് മാറിയുന്നേ, ഈ ഫ്രണ്ടിൽ ആർട്ടിസ്റ്റൊക്കെ നിൽക്കുന്നില്ല, അവരൊക്കെ അവർ ഒന്ന് ബാക്ക് ചെയ്യുന്നേ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുണ്ട്, ഞാൻ ബാക്ക് ചെയ്യുന്ന അങ്ങ് മാറി നിന്ന് വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ആ പയ്യൻ പറയുന്ന കേട്ട് ഞങ്ങൾ മാറി നിന്ന്. ഞാൻ രാത്രി മോഹൻലാലിൻ്റെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം പുള്ളി പറയണു, 167 പടം ചെയ്ത ആളാണ്, ആ മനുഷ്യൻ്റെ തന്നെ അവനെ കാലി തൂക്കി തറയടിക്കുകയല്ലേ വേണ്ട. അല്ല, അവർക്ക് അറിയില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് അവർക്കറിയില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടും പറയുമ്പോഴേ ഒരു കാര്യമുണ്ട്. ഇത് രണ്ടും പറയുമ്പോ ഈ നമുക്ക് നമ്മൾ ആരാന്നറിയാലോ, ചിലർക്ക് അത് വെച്ചിട്ടൊരു ദേഷ്യം വേണേ വരാം. നിനക്ക് ഞാൻ ആരാന്നറിയാവോടോ എന്നൊരു ചോദ്യം വരാം. നിങ്ങൾക്കത് വരുന്നില്ല അല്ലെ? അത് ഇപ്പൊ ഈ പറയുന്നൊരു സംഭവം ഇങ്ങനൊരു ആളോട് സാറ് പറഞ്ഞതിനകത്ത് കറക്റ്റാണ്. ഒരു പക്ഷെ ഇപ്പൊ ഈ TV പരിപാടിയിൽ ഇന്ന് ഈ പരിപാടി എയർ ചെയ്യുമ്പം കാണുന്ന എത്രയോ പേർക്ക് ചിലപ്പോ പുതിയ മുഖമായിരിക്കും ഇത്. കാരണം ഡയറക്ടറിന്റെ മുഖം വന്ന് അതിനെന്താ ഉദാഹരണം വെച്ചാൽ, ഈ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിൽ വരുമ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, എന്താ പണി? ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ ചെയ്യണു. എന്തോ ചോദിച്ചു? ഞാൻ ഒരു ഡയറക്ടറാണ്. ഡയറക്ടറോ? എന്താ പേര്? പറഞ്ഞു, ചന്ദ്രകുമാർ. പണ്ടൊരു ചന്ദ്രകുമാർ ഉണ്ടായിരുന്നില്ല, അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, അയാളൊക്കെ തട്ടിപ്പോയിട്ട് കാലം കുറയായി. അല്ലാതെ ഇപ്പൊ ഞാനാണ് അതൊന്ന് പ്രൂവ് ചന്ദ്രകുമാർ, പുതിയ ചന്ദ്രകുമാർ പോയി. അല്ലാതെ ഞാൻ അതിപ്പോ പറഞ്ഞ് അവരെ തെളിയിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവര് നോക്കുമ്പോ പ്രേംനസീറിന്റെയും മധുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചന്ദ്രകുമാറാണ്. അപ്പൊ ഏതാണ്ട് ഒരു 1995 ഇയേഴ്സ് എനിക്കും കാണണം. അതാണ് അവർ ധരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ അവര് ബോധ്യപ്പെടുത്തേണ്ട. വളരെ ചെറുപ്പത്തില് സിനിമ തുടങ്ങി അല്ലേ? ഞാൻ 19 വയസ്സിൽ ഡയറക്ടറായി. 14 വയസ്സിൽ ഉമ്മാച്ചു പറഞ്ഞ സിനിമയിൽ P. ഭാസ്കരന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് കയറുകയാണ്. അന്ന് ജീവിതത്തിൽ കണ്ടുമുട്ടിയതാണ് മധുസാറിനെയാണ് ആദ്യമായി കണ്ട നടൻ. പിന്നെ മധുസാറായിട്ട് ജീവിതത്തിൽ ഒരുപാട് പടങ്ങൾ ചെയ്തു. മധുസാർ ഉമാ സ്റ്റുഡിയോന്റെ ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു. നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ എന്തിനാ ഈ പരിപാടി ചെയ്യുന്നത്, നമ്മൾ എല്ലാ കാര്യത്തിനും എന്താണ് എന്ന് ചോദിക്കുമല്ലോ. അതിന്റെ കാര്യകാരണങ്ങൾ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ എനിക്ക് വളരെ ഒരു സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ഇങ്ങനെ ഒരാൾ മാറിക്കാൻ പറയുമ്പം നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവം കൊണ്ടാണ് ദേഷ്യം വരാതിരിക്കുക. അല്ലെങ്കിൽ അത്
അവന്റെ അറിവുകേടാണെന്ന ബോധ്യം നമുക്കുണ്ടാകുക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അതെല്ലാരും ഇത് കാണുന്നത് കണ്ട് പഠിക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ ഈ 167 പടം ചെയ്യുന്നത് കേരളത്തിൽ ഒരുപാട് പേർക്ക് അറിയില്ല. ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. ഈ അവസരത്തിൽ ഞാൻ ഒരാളെ കൂടെ പപ്പുവേട്ടന്റെ ഓർമ്മകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പല ഹെഡിങ്ങുകൾക്ക് പറ്റിയ ഒരാളാണ് അദ്ദേഹം. എഴുത്തുകാരനാണ്, സംവിധായകനാണ്, ഗാനരചയിതാവാണ്. അങ്ങനെ നമുക്ക് പല മേഖലകളിൽ അദ്ദേഹത്തെ സിനിമയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റിയൊരു സകലകലാ വല്ലഭനാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബാലു കുര്യത്ത് സാർ. എന്റെ ശിഷ്യനും കൂടിയാണ്. ഓ, ബാലുഗിരി സാർ, ഞങ്ങള് പപ്പുവേട്ടന്റെ പല പല ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സിനിമകളിൽ പപ്പുവേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പപ്പുവേട്ടന്റെ നല്ല സുഹൃത്താണ്. പപ്പുവേട്ടന്റെ നല്ല ഓർമ്മകൾ എന്തെല്ലാമാണ്? ആദ്യം പപ്പുവേട്ടനെ ശരിക്കും ഞാൻ ആദ്യമായി കാണുന്നത്, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ആകാൻ വേണ്ടി കോളേജിൽ നിന്ന് മധ്യവേനൽ അവധി സമയം വരുമ്പോഴെല്ലാം ഞാൻ മദ്രാസിലേക്ക് പോകും. അന്ന് ബിച്ചു തിരുമല അവിടെ ഉണ്ടായിരുന്നു. അത് ബന്ധുവല്ലേ? എൻ്റെ അമ്മാവൻ്റെ മകൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എല്ലാ ഡയറക്ടേഴ്സിനും, എന്തിന് തെലുങ്ക് ഡയറക്ടേഴ്സിന് വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട്. എക്സെപ്റ്റ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അടുത്ത് മാത്രം പോയിട്ടില്ല. പോയിട്ട് കാര്യമില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു. പേടിപ്പിച്ചുകൊണ്ടാണ് പോകാത്തത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ എല്ലായിടത്തും പോയി. തിരുവനന്തപുരത്ത് മധുസാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു IV ശശിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമലയുടെ കൂടെ തന്നെ ഞാനൊരു വീട്ടിൽ പോയി. അതായത് രാമചന്ദ്രൻ എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബിച്ചു തിരുമല, മുരളി മൂവീസ് രാമേന്ദ്ര ചേട്ടൻ, അതെ, രാമേന്ദ്ര ചേട്ടൻ, ബിച്ചു തിരുമല, IV ശശി, നമ്മുടെ വിപിൻ ദാസ് ക്യാമറാമാൻ, പിന്നെ മ്യൂസിക് ഡയറക്ടർ A.T. ഉമർ, ഷെരീഫ് ഖാ, അങ്ങനെ ഒരു എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ഒരു സംഘം താമസിച്ച് അവിടുന്ന് അവരെല്ലാവരും മലയാളത്തിൽ പ്രമുഖരായി മാറിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സംഘം ഉണ്ടായി. സുരേഷ് കുമാർ, പിന്നെ പ്രിയദർശൻ, അശോക് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം തിരുവനന്തപുരത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു ചെന്നപ്പോഴാണ് അവിടെ പപ്പുവേട്ടൻ സ്ഥിരം സന്ദർശകരാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ പരിചയപ്പെടുത്തുന്നത് മ്യൂസിക് ഡയറക്ടർ ഉമ്മക്കാണ് പരിചയപ്പെടുത്തുന്നത്. അത്രേ ഉള്ളൂ. വലിയ സൗഹൃദമൊന്നും അന്നില്ല. അന്ന് ഒരു പത്രപ്രവർത്തകരും കൂടെയാണ്. ഉത്സവം സിനിമയല്ലേ? ഉത്സവം സിനിമയാണ്. കറക്റ്റ് ഉത്സവം തന്നെയാണ്. ഉത്സവ സിനിമയുടെ അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഒരു ഇൻ്റർവ്യൂ, അന്ന് വിസ്താരമായെന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത്, അപ്പോഴും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ ബാലകൃഷ്ണൻ സാറിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്ത് ഞാൻ ചായച്ചു വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചൊരു സിനിമ ഷൂട്ടിങ് വന്നു. അദ്ദേഹത്തിൻ്റെ സിന്ദൂരം എന്നാണ്. JC സാറാണ് ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഒരു വീട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 വീടുകൾ വേണം. ഒന്ന് പഴയതും ഒന്ന് പുതിയതും. ഒന്ന് നമ്മുടെ രാഗിണി മാഡത്തിൻ്റെ അഭിനേത്രിയായിട്ടുള്ള രാഗിണി, ലളിതാപത്മിനി രാഗിണി മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരത്ത്, ഇന്നത്തെ IG ഓഫീസ്. അതും ഇന്നത്തെ IG ഓഫീസ് അവരുടെ വീടാണോ? അവരുടെ വീട്. മാധവൻ തമ്പി. അതെ, അവരുടെ വീടാണ് ഇന്നത്തെ IG ഓഫീസ്. ചെറിയ വീട്. അത് മാത്രമല്ല, അതിന്റെ അപ്പുറം ഇപ്പുറം 2 വീടുണ്ട്. 3 വീടും അവരുടെ ആണെന്നാണ് തോന്നുന്നത്. ആ വീട് ചെന്ന് ഞാൻ തമ്പി അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെയ്തോളൂ, ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വേറൊരെണ്ണം കുന്നുകുഴിയിൽ ഡാമർ ബ്രദേഴ്സിൽ എൻ്റെ ഒരു വീട്, പുത്തൻ വീട്, പാലുകാഴ്ചതേ ഉള്ളൂ, അതും സംഘടിപ്പിച്ചു. അപ്പം ഞാനിങ്ങനെ ഈ നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ അല്ല, കുന്നുകുഴിയിലെ ഡാമർ ബ്രദേഴ്സ് BKN പിള്ള, ഡാമർ ബ്രദേഴ്സ് BKN പിള്ള. അപ്പോൾ ആ 2 വീടും സെറ്റ്. ആ BKN പിള്ള എൻ്റെ ഒരു അകന്ന റിലേഷനാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അങ്ങനെ അതായത് ഷൂട്ടിങ്ങിന് വേണ്ടി 2 വീട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ അസ്മാദി എന്ന് പറയും, കൂടെ നടക്കുന്നവൻ, സിനിമാക്കാരുടെ കൂടെ നടക്കുന്നവൻ അസ്മാദി. പക്ഷെ സംവിധായകനാകണമെന്നാണ് ആഗ്രഹം. അപ്പോഴും ഞാൻ കോളേജിൽ ഫൈനൽ ഇയർ BSc പഠിക്കുകയാണ്, MG കോളേജിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് അവിടെ വെച്ചിട്ടാണ് സാറിനെ
പരിചയപ്പെടുന്നത് ചന്ദ്രകുമാർ സാറിനെ. ചന്ദ്രകുമാർ സാറിൻ്റെ ഒരു എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് എടുത്ത് തന്നത് പിന്നീട് വന്ന മധുരം തിരുമധുരം എന്നുള്ള സിനിമയിലാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നത്. ക്ലാപ്പ് എടുത്ത് തന്നത് ഡോക്ടർ ബാലകൃഷ്ണനാണെങ്കിലും ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പേജ് വായിക്കാൻ തരുന്ന അദ്ദേഹമാണ്. ഒരു മനുഷ്യൻ തരില്ല അന്നത്തെ കാലത്ത്, സ്ക്രിപ്റ്റ് കയ്യിൽ തരില്ല, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് തരില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ എഡിറ്റിംഗിൽ കയറ്റില്ല, എല്ലാം അകറ്റി നിർത്തും. ശകലം വിദ്യാഭ്യാസവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ജോലി പോക്കാണ്, അവനെ അടുപ്പിക്കില്ല. സാറിന് അതറിയാം. അപ്പോൾ എന്തായാലും ശരി, എനിക്ക് സ്ക്രിപ്റ്റ് എടുത്തത് അതുകൊണ്ട് ആ ഒരു എന്റെ ഗുരുവാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ കേട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസ അയോഗ്യത ആദ്യമായിട്ട് കേൾക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അവിടെ വെച്ച് ഒരു സംഘമുണ്ട്, ഡോക്ടർ ബാലകൃഷ്ണന്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സംഘം. അതിലൊന്നാണ് പറവൂർ ഭരതൻ. അപ്പൊ ഭരതൻ ചേട്ടൻ വന്നില്ല. അപ്പൊ ഞാൻ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്, അറിയാൻ പറ്റില്ല. ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. അങ്ങനത്തെ പറ്റിക്ക് ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ, ഞാനുണ്ട്, കൊച്ചിൻ ഹനീഫയുണ്ട്, ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും. ഒരു പിള്ളച്ചേട്ടനാണ് പ്രൊഡക്ഷൻ KPC പിള്ളച്ചേട്ടൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, പുതിയത് ആരായിരുന്നാലും ശരി തിരുവനന്തപുരത്ത് ആരെങ്കിലും കിട്ടുന്നെങ്കിൽ അത് വെച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ച ഒരു നാടകം കണ്ടു. ആ നാടകത്തിൽ ഒരു കോമഡിയനുണ്ട്, അസാധ്യമായിട്ട് അഭിനയിക്കുന്നു. പിന്നെ അതാരാണെന്ന് ചോദിച്ചു. ആരെന്ന് എനിക്കറിഞ്ഞൂടാ, മാള അരവിന്ദൻ എന്ന് പറയുന്ന ഒരു അനൗൺസ്മെന്റ് കേട്ടു. പിള്ളേ ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അയാളെ അപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ. ഉടനെ ചന്ദ്രകുമാർ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട്. പിന്നെ അപ്പോൾ ബാലു പറഞ്ഞു കൊള്ളാമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പപ്പുവേട്ടൻ, അതിൽ അട്ടമാരൻ പപ്പുവേട്ടനെ അടുത്ത് വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു നാടകത്തിലുള്ള ഒരാളെ അറിയാമെന്ന് ചോദിച്ചു. അറിയാമോ, മിടുക്കനാ, നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുതിരവ മാള അരവിന്ദൻ ആദ്യമായി സിനിമ നടനായി വരുന്നത്. മാള അരവിന്ദൻ മാളാന്ന് ടെലഗ്രാം കൊടുത്തു. പിറ്റേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പപ്പുവേട്ടനാണ് ഇതിന്റെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്. അയാൾ നല്ല കലാകാരനാന്ന് പറഞ്ഞ ഒരാൾ വരാനായിട്ട് പറയുന്നത് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ബാലു എന്റെ കഞ്ഞിയിൽ പാറ്റയിടാനാണോ ശ്രമിക്കുന്നതെന്ന് കൂടെ ചോദിച്ചു. തമാശ, അത് തമാശക്ക് ചോദിക്കുന്നത്. പക്ഷേ കാരണം തമാശക്ക് അങ്ങനെ തമാശയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഗ്യാരണ്ടി ചോദിക്കുമ്പോൾ ഗ്യാരണ്ടി കൊടുക്കാണ്ടിരുന്നാൽ മതി. ഗ്യാരണ്ടി കൊടുത്തു. നല്ലതാണ് വിളിച്ചോളാൻ നല്ലതാണ് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വന്നു അദ്ദേഹം പിന്നെ സിനിമാ നടനായി മാറി. അത് വൈകുന്നേരം പക്ഷെ പറഞ്ഞു ഈ നിൽക്കുന്ന പിന്നെ ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറല്ല, ഡോക്ടർ ബാലകൃഷ്ണന്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹവും പത്രപ്രവർത്തകനാണ്. ഇദ്ദേഹവും പിന്നെ റെക്കമെൻഡ് ചെയ്തത് ഞാനാണ്, ഞങ്ങൾ ആണ് വേണ്ടത്. പിന്നെ അസോസിയേറ്റ് ഡയറക്ടറും ഇതിന് സമ്മതം മൂളിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കഴിക്കില്ല, നമുക്കൊരു ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഫുൾ ബോട്ടിലൊക്കെ മേടിപ്പിച്ച് ഒരു പാർട്ടിയൊക്കെ നടത്തിച്ചു പപ്പുവേട്ടൻ. അങ്ങനെയാണ് പപ്പുവേട്ടനായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടാകുന്നത്. ബന്ധം ഈ മാളച്ചേട്ടനെ കാസ്റ്റ് ചെയ്യൽ വഴിയായിട്ടാണ് പപ്പുച്ചേട്ടനുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്നത്. ഞാൻ മദ്രാസിൽ ഞാൻ തിരക്കുള്ള ഡയറക്ടറായി കഴിഞ്ഞപ്പോൾ നമ്പർ 2 ഇന്ദിരാഗാന്ധി സ്ട്രീറ്റ്, അതായത് പിന്നെ പ്രസാദ് സ്റ്റുഡിയോയുടെ നേരെ എതിരെ, രാജുവിനൊക്കെ അറിയാം, അതിൻ്റെ എതിരെയുള്ള വഴി ചെന്നിട്ട് റൈറ്റിലോട്ട് തിരിച്ച് ലെഫ്റ്റ് തിരിച്ച് വലിയൊരു സ്ട്രീറ്റുണ്ട്. ആ സ്ട്രീറ്റിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള സിനിമാക്കാർ താമസിക്കുന്ന, ഫോർ എക്സാമ്പിൾ ബാലു മഹേന്ദ്രൻ എൻ്റെ വീട്ടിൻ്റെ നേരെ എതിരെ. എൻ്റെ വീട്ടിൻ്റെ താഴെ ഒരു ആർട്ടിസ്റ്റാണ് താമസിക്കുന്നത്, അതിൻ്റെ അപ്പുറത്ത് ഭാനുപ്രിയ, അതിൻ്റെ അപ്പുറത്ത് പിന്നെ വേറൊരു ആർട്ടിസ്റ്റ്, നേരെ എതിരെ നമ്മുടെ ഈ മ്യൂസിക് ഡയറക്ടർ ചിദംബരനാഥ് സാറ്, അദ്ദേഹത്തിൻ്റെ മകൻ രാജാമണി, അതിൻ്റെ അപ്പുറത്ത് പപ്പുവേട്ടൻ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ രതീഷ്, നടൻ രതീഷ്. ഇങ്ങനെ ഒരു സംഘം താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സ്ട്രീറ്റിലാണ് ഏറ്റവും കൂടുതൽ സോഡ ചെലവാകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ആ കാര്യം അറിയില്ല. ആ സ്ട്രീറ്റിലെ ചെലവ് അന്ന്. കുതിരോട്ടം പപ്പുച്ചേട്ടന്റെ ഓർമ്മകളുമായി നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ. പപ്പുവേട്ടനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ നിർമ്മാണവും സംവിധാനവും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന സിനിമ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു കൊമേഡിയനാണ് കുതിരവട്ടം പപ്പു എന്ന നടൻ. അങ്ങനെയാണ് ഞാൻ പപ്പുവേട്ടനെ പോയി കാണുന്നത്. പപ്പുവേട്ടന് ഞാൻ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് എന്നെ അറിയാവുന്നത്. ജയന് ശബ്ദം കൊടുത്തു എന്നുള്ളതൊക്കെ വെച്ചിട്ട് പപ്പുവേട്ടനെ അറിയാം. അപ്പം ഞാൻ പപ്പുവേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ഇങ്ങനെ ചെയ്യാൻ മോനെ, വളരെ ഒരു പുതിയ സംവിധായകൻ, ഒരു പുതിയ ആൾക്ക് ആ തിരക്കിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തിയത് എനിക്ക് തരാൻ വേണ്ടി ഒരു ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്ത് തരികയും കൃത്യമായി ആ ഡേറ്റുകൾ എത്തുകയും ഷൂട്ടിങ്ങൊക്കെ ഭംഗിയായി തീരുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആദ്യ പടത്തിൽ തൊട്ട് പപ്പുവേട്ടൻ മിക്കവാറും ഡേറ്റുള്ള ഇതിലൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
അതിൽ പിന്നീട് നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊരു പടത്തിൽ കുറച്ച് കൂടുതൽ റോളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിലും മറ്റ് കൊമേഡിയന്മാരെല്ലാവരും ഉണ്ട്. ഇപ്പം മാളയുണ്ടായിരുന്നു, ജഗതി ഉണ്ടായിരുന്നു, സുകുമാരി ചേച്ചി, അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇടയ്ക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഒരു തിരിക്കുത്തുകാരൻ കുമാരൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, ഒരു ഗെയിംബ്ലിംഗ് ഒക്കെ നടത്തി പിന്നീട് നായികയുടെ ഉയർച്ച അനുസരിച്ച് വളരുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അത് പപ്പുവേട്ടൻ വളരെ മനോഹരമായിട്ട് ചെയ്തു. മലയാള സിനിമയിൽ ഒരു കാലത്ത് എല്ലാ കൊമേഡിയന്മാരെയും കീഴടക്കിക്കൊണ്ട് ഒരു ഏകാധിപതിയെപ്പോലെ ഒറ്റയ്ക്ക് പപ്പുവേട്ടൻ വാണ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതായത് അന്ന് വന്നിരുന്ന അടൂർ ബാസി, ബഹദൂർ, അങ്ങനെ ഒരു വലിയൊരു താരനിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് ഒരു സൂപ്പർ വരവ് തന്നെയായിരുന്നു. പക്ഷേ വളരെ എളിമയുള്ള ഒരു നടനായിരുന്നു പപ്പുവേട്ടൻ. ഈ പപ്പുവേട്ടനൊക്കെ അന്നേരം ഒരു വലിയ സൗഹൃദങ്ങളും സൽക്കാരങ്ങളും കൂടുതലായിട്ട് വെക്കുന്ന ഒരാളായിരുന്നല്ലേ? ഉണ്ടായിരുന്നോ ആ കൂട്ടത്തിലൊക്കെ? ഉണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഞങ്ങൾ ഒരു ഫിലിമിൻ്റെ ഷൂട്ട്, അത് മോഹൻലാൽ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് എൻ്റെ സിനിമയിലാണ്. അതിൻ്റെ പടത്തിൻ്റെ പേര് നായകൻ എന്നാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നായകനാക്കി കാസ്റ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ സാറിനോട് ഇയാൾ വേണോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കാരണം എന്ന് ചോദിച്ചിട്ടുള്ളവർ അവർ പിന്നെ ഒരുപാട് പടം അദ്ദേഹത്തെ ചെയ്തു, അത് വേറെ ചരിത്രം. എന്തായിരുന്നാലും ശരി, അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം ഒരാൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, നാഗേഷ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചപ്പോൾ കുതിരവട്ടം പപ്പുവിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സൗഹൃദമൊക്കെ ഉണ്ട്. അങ്ങനെ നാഗേഷ് എന്ന് പറയുമ്പോൾ തമിഴില് അത് MGR സാറ്, ശിവാജി സാറ്, പിന്നെ ജമിനി ഗണേശൻ സാറിന്റെ കൂടെയൊക്കെ MGR സാറിന്റെ കൂടെയൊക്കെ അഭിനയിച്ച് തകർത്ത് സർവ്വസുന്ദരമൊക്കെ. തകർക്കല്ല, ഈക്വൽ ടു MGR റെമുനറേഷൻ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. MGR എന്ന് കൊടുക്കണം, സെയിം റെമുനറേഷൻ എനിക്കും കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് നാഗേഷ് എന്ന് പറയുന്ന. അതെ. അപ്പൊ അത്രയും പവറുള്ള ആളുമായിട്ടാണ് പപ്പുചേട്ടൻ വീട്ടിൽ കമ്പനി. ഞാൻ ചോദിപ്പോ അവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഇത് കാണാമോ എന്ന് നോക്കണം. അപ്പൊ ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ, രതീഷിന്. അപ്പൊ അന്ന് ഷൂട്ടിംഗ് ഇല്ല. രതീഷിന് ഞാൻ പറഞ്ഞു, രതീഷ് എനിക്കൊന്ന് പുള്ളി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഡയറക്ടറാണ്, പക്ഷെ എന്നിട്ടൊന്ന് കാണണം. അത്ര ആരാധന കൊണ്ടാണ് ഞാൻ ചെന്നു, കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർവർ സുന്ദര റീമേക്ക് ചെയ്ത് കഴിഞ്ഞു ആ കാലഘട്ടം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പപ്പു എന്ന് പറഞ്ഞൊരു സിനിമ പപ്പുവേട്ടൻ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അങ്ങനെ അതാണ് സർവ്വസുന്ദരം. നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഈ നാഗേഷ് സാറിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിയും വലിയ ആക്ടറാണ് പപ്പു എന്നാണ് പറയണത്. ഈസ് എ ഗ്രേറ്റ് ആക്ടർ, ഞാൻ ഒരു ചിന്ന ആക്ടർ എന്നാണ് പറയുന്നത്. അത്ര ഒരു അങ്ങനെ പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, ശിവാജി സാർ മാത്രമേ ഉള്ളൂ. എപ്പോഴും വളരെ എളിമയോടുകൂടി പറയുന്നത്. അങ്ങനെ അതിനുശേഷം പിന്നീട് ആ ഒരു സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവുകയും എൻ്റെ 2 സിനിമകളിൽ അവർ പപ്പുവേട്ടൻ അഭിനയിക്കുകയും ചെയ്തു. ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ എവർഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ മമ്മൂട്ടി, മേനക, സുവേട്ടൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒന്നും മിണ്ടാത്ത ഭാര്യ, ഊട്ടിയിലായിരുന്നു. സാറിന്റെ പടത്തിൽ അഭിനയിച്ചാണ് പറയുന്നത്? എന്റെ പടത്തിൽ ഭാര്യ എന്നുള്ള പടത്തിലാണ്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അപ്പൊ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ബാപ്പുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അയാള് ഈ പേപ്പർ തയ്യാറക്കുപ്പിക്കാരനാണ്. ആ ഒരു പ്രത്യേക ടൈപ്പാണ്. ആ ഒരു ക്യാരക്ടറിനെ ഞാനൊന്ന് ഇതിനകത്തോട്ട് ഇമിറ്റേറ്റ് ചെയ്തോട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെയാണ് അതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള പല കഥാപാത്രങ്ങളെയും ഇദ്ദേഹത്തിനൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിലേക്ക് ഇതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്ടി സാറ്, KT മുഹമ്മദ്, പിന്നെ നമ്മുടെ നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള കോഴിക്കോട്ടെ നാടക പാരമ്പര്യത്തിൽ നിന്ന് വന്നവരെല്ലാം തന്നെ മലയാള സിനിമയ്ക്ക് വളരെ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഞാൻ തിരുവനന്തപുരത്തുള്ള CA പരമേശ്വരൻ പിള്ളയും പിന്നെ കൈരിക്കര കുമാരപിള്ള അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയല്ല. കേരളത്തിലെ എല്ലാ നാടക രംഗങ്ങളിൽ നിന്നും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന ഉണ്ടായാലും ഒരു കോഴിക്കോടിന്റെ സംഭാവന എന്ന് പറയുന്നത് ഇല്ലേ രാജു? കറക്റ്റ് അല്ലേ? നമ്മളതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ഡമ്മി ഗദ, വാള്, പരിച, കുന്തമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. മഴ പെയ്യുന്നു മറ്റേ വാൾപേറ്റ് ഉണ്ടല്ലോ, താരാ ഹോട്ടലിൽ റൂമിൽ കിടക്കായിരുന്നു. പപ്പൂട്ടൻ പറഞ്ഞു എല്ലാവരും ഓരോന്ന് എടുക്കുന്നതാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും വാള്, കുന്തം അതൊക്കെ എടുത്തോണ്ട് യുവമാരെടുത്തോണ്ട് അലറി വിളിച്ചോണ്ട് ഓടി വരികയാണ്. യുവമാരെല്ലാം കൂടെ പേടിച്ചു ഓടി പുറത്തുപോയി. പിന്നെയാണ് പോലീസൊക്കെ വരുന്നത്. അപ്പം പപ്പുവേട്ടൻ അന്ന് ആ ഒരു ഐഡിയ ഒന്നില്ലെങ്കിൽ അവന്മാരെല്ലാം നമ്മളെല്ലാം ഇടിച്ച് റൊട്ടിയാക്കിയായിരുന്നു. അടൂർ ബാസിയും പപ്പുവേട്ടനും കൂടി
ഒരു പാട്ട് പാടുന്നുണ്ട്. രണ്ടുപേരും കൂടി തന്നെ റെക്കോർഡ് ചെയ്തും അവർ അതേ വോയിസ് തന്നെ സിനിമയിലുള്ളത്. ആ പാട്ട് ഹിറ്റാവുന്നു. അന്ന് ഒരു വട്ടിയിലെ എത്ര മത്തി ഒന്ന് കാക്ക കൊത്തി പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, പൊപ്പോട്ടന പാടുന്നത്. ആ പാട്ട് അന്നത്തെ കാലത്ത് സൂപ്പർ ഹിറ്റാണ്. ഇപ്പം അതിൻ്റെ ഒന്നും കോപ്പിയൊന്നും കിട്ടാനില്ല. പ്രിയദർശനോട് ഞാൻ പറഞ്ഞാണ് അടുത്ത കാലത്തൊരു ഇതുപോലൊരു ഹ്യൂമർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനായിട്ട്. പപ്പുവട്ടയില്ല, ജഗതി ഞാൻ എങ്ങനെ പേന എടുക്കും? ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറയും ഇപ്പൊ ഞാൻ എഴുതുന്ന ഒരു ഇത് ചെയ്യാനായിട്ട്. അദ്ദേഹത്തിന്റെ കുറെ കഥാപാത്രങ്ങൾക്ക് ഒരു സിനിമയിൽ ഒരു ഘട്ടം കഴിയുമ്പം അയാളുടെ സ്റ്റേഷൻ പോകുന്നതായിട്ടാണ്. റിലേ കട്ടായ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനാവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു സിനിമയിലെ ആ ക്യാരക്ടർ അങ്ങനെ ആകുന്ന അവസ്ഥകളുണ്ട്. ബാക്കി അദ്ദേഹം അങ്ങനെയാണ്